ഹായ് ഗൈസ്, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ട്രിവാൻഡ്രത്തേക്ക് വേണ്ടിയാണ് ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കണത്. എന്റെ കുഞ്ഞിക്കൊക്കെ കൊടുക്കാനായിട്ട്. അവര് വന്നപ്പോ കേക്ക് ഉണ്ടാക്കിയില്ല, കൊടുത്തില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇന്റേൺഷിപ്പൊക്കെ ആയിരുന്നു, ഫുൾ തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ പോവാണ്. എന്റെ മെഷർമെന്റ് കപ്പ് എടുത്തോണ്ടേ. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കി അത് കഴിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഷുഗർ ഇടാം. ഇത് മുറിക്കട്ടെ. കട്ട് ചെയ്യാനിവിടെ കത്രികയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. നമ്മൾ പിച്ചാത്തി എടുക്കുമ്പോൾ മുറിക്കും. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു കപ്പ് ഷുഗർ ഇടാം. എന്റെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും വേണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നാലും തക്കൂടെ പിണങ്ങിയൊക്കെ വേണ്ട. മധുരം കൂട്ടി ഉണ്ടാക്കാം. ഇപ്പം 1.5 കപ്പ് പഞ്ചസാര ഇട്ടു. 1.5 കപ്പൊക്കെ മതി. ഇച്ചിരി കൂടെ ഒക്കെ ഇടാം. മധുരം വേണമല്ലോ. മധുരത്തിനാണല്ലോ നമ്മൾ കേക്കൊക്കെ കഴിക്കണം. ഇത് നമുക്ക് പൊടിച്ചോണ്ട് വരാം. ഓക്കെ, പൊടിക്കാം. അപ്പൊ പഞ്ചസാര ഒക്കെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബട്ടർ ഇടണം, മുട്ട ഇടാം. ഓക്കെ, നമുക്ക് മുട്ട ഇടിച്ച് ഇനിയിപ്പോ മുട്ട ഇടിച്ച് ബട്ടർ ഇടാം അല്ലേ? അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് മുട്ട ഇടാം, എന്നിട്ട് ബട്ടർ ഇടാം. മുട്ട ബട്ടർ ഇതിനകത്തോട്ട് കാണാം. ഇത് ഓൾറെഡി കഴുകി വെച്ച മുട്ടയാണ്. അപ്പം 1 2 3 4 4 മുട്ട. പിച്ചാത്തിയാ ഇവിടെ ഉണ്ട്? അല്ല, വാങ്ങിച്ച ബട്ടർ വലിയ ബട്ടറിലാണ് ക്യൂബ് ബട്ടർ, മറ്റേ സ്പ്രെഡ് പോലത്തെ സെപ്പറേറ്റ് കവർ. ബാക്കി ഉണ്ടാ വേറെ ഓർഡർ ചെയ്യാൻ വേണ്ടി ബാക്കിയെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പൊ ഇത് വാങ്ങി. ഇത് കൊണ്ടുപോയി ബീറ്റ് ചെയ്ത് തരാം. അപ്പം നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഏത് പിന്നല്ലേ ഇത് മൊത്തം തുറന്നെടുത്ത് കുഞ്ഞതായിപ്പോയി. കൊരികൊരിയില. ഇത് 100 ഗ്രാം ബട്ടറാണ്. ഗ്രാം ബട്ടറാണ്. പക്ഷെ ഇതിൽ തന്നെ പകുതി ബട്ടർ പോകുന്ന തോന്നണം. മറ്റേ വലിയ സ്ലൈസ് വാങ്ങി മറ്റേ 100 ഗ്രാമിന്റെ ഒക്കെ ഒരുമിച്ച് വാങ്ങിയാൻ വേണ്ടി നോക്കിയപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഇത് വാങ്ങിച്ചു. ഇതെല്ലാം ഒന്ന് ഇടട്ടെ. ഇതെല്ലാം അങ്ങനെ ഇടും. ഇത് കൊറേ ഉണ്ടല്ലേ. ഇത് 100 ഗ്രാം ഉണ്ടെന്നാലും തോന്നല്ല. ഉണ്ടാവല്ലേ, 1/2 കിലോ ഇതിൽ തന്നെ പോകും.
ബാക്കി അപ്പൊ നമ്മള് ബട്ടർ എല്ലാം ഇതിനകത്തോട്ട് ഇട്ടു. ബട്ടർ എല്ലാം ഇട്ടു. ഇനി ബട്ടറും എല്ലാം കൂടെ ബീറ്റ് ചെയ്യാം. അപ്പൊ വീഡിയോ എടുക്കണ്ടേ? ഇനി മിക്സ്ചർ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ആദ്യം നമുക്ക് എന്റെ മാവ് എവിടെ? ആ മാവ് ചെയ്യും. നമ്മുടെ ഫ്ലോർ എത്തി. മൈദാമാവ് ഇപ്പൊ കത്തിക്കണ്ട, ഇനി കുറച്ച് സമയം എടുക്കും. ഒരു കപ്പ്, 2 കപ്പ്, 3 കപ്പ് വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാ. അപ്പം 2 ആയി. 2 3 ഏതില് നല്ല വെക്കാൻ കിട്ടോളാം. മൂന്ന് കപ്പ് ഫുള്ളിട്ടില്ല, എന്നാലും 3 കപ്പ് ഫുള്ളിട്ട്. നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഫസ്റ്റ് ഇടാം. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മാറ്റാം. ഇച്ചിരി ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഇത്ര മതി. ഇച്ചിരി ഇടാം ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ മതി. നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് പൗഡർ പൊട്ടിച്ചില്ല. ഇത് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ എന്നൊക്കെ ആണെങ്കിൽ പറയാം. ഇത്ര മതിയാവും. കുറച്ചുകൂടെ കുറച്ച് ഓക്കെ, ഇത്ര മതി. നമുക്കിനി ഓക്കെ ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ഒരേപോലെ ആവും. ഓക്കെ, വാനില എസൻസ് ഒഴിക്കാൻ വന്നപ്പോ നമുക്ക് വാനില എസൻസ് ഒഴിക്കാം. ഇപ്പൊ വാനില എസൻസ് ഒഴിക്കാൻ മറന്നു പോയാനെ. അയ്യോ, നമുക്ക് ഇങ്ങനത്തെ വാനില എസൻസ് ഒഴിക്കാം. മറന്നു പോയതായിരുന്നു. ഓക്കെ, മതി. നമുക്ക് ഒന്നുകൂടെ പോയി വീട്ടിൽ കൊണ്ടുവരാം. കുറച്ച് പാലും കൂടെ ഒഴിക്കട്ടെ. കുറച്ച് നമുക്ക് ഒഴിക്കാം. എല്ലാത്തിലും വളരെ വളരെ കുറച്ച് മതി. ഇനിയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാം. നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയ സെങ്ങനെ മിക്സ്ചർ
ഇതിലോട്ട് ഒഴിക്കാം. കുറച്ച് 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 വെച്ച് ഒഴിച്ചാൽ മതി. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം ഇച്ചിരി തെറ്റുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പൊ ടൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കണം. ഇച്ചിരി ബാക്കിലോട്ട് എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഞാനേ കുടിച്ചാടിക്കാം. നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം. അതല്ല ഈ പാത്രം കാണൂല. അപ്പൊ മനസ്സിലായി. ഇച്ചിരി കൂടെ ബാക്കിലോട്ട് തന്നെ അപ്പൊ കാണാൻ പറ്റും. അപ്പൊ കാണുന്നത് എന്താ കണ്ടല്ലോ. നല്ല ടൈറ്റായി. കലക്കി കലക്കി ഇങ്ങനെ ഫോൾഡിങ് ഒക്കെ ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ വെട്ടണം. ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കട്ടെ. അയ്യോ താഴ്ന്നില്ല, കണ്ടൂടാ. അവിടെ ഇതില് കട്ട പിടിക്കാണ്ട് ഇപ്പൊ കട്ടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്തപ്പോ മിക്സി തന്നെ. അതല്ല ഇപ്പൊ 2 കേക്കിനുള്ളതല്ലേ. അത് അത്രയും മതി. എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചു വയ്ക്കലാണ് എളുപ്പം. പക്ഷെ അതാകുമ്പോ കട്ടയൊന്നും വരില്ല. ഇതിലിപ്പോ കട്ടയൊക്കെ. അതെ അതെ, ഇതാണ് ഫോൾഡിങ് അല്ലേ. വെട്ടി വെട്ടി ഫോൾഡ് ഇങ്ങനെ ഇങ്ങനെ. അയ്യോ ഇങ്ങനെ ചൂട് ഇല്ലേ. ഇനി പകുതിയും കൂടെ ഒഴിക്കും. കുറച്ചുകൂടെ കെട്ടട്ടെ. കുറച്ചായിട്ടിരിക്കും. അങ്ങനെ ആക്കാവോ? ആക്ക അങ്ങനെയൊന്നും ഇല്ല. വല്ല കാര്യം ഉണ്ടാവാ. അത് നിറയൂല, ഇതാ മിക്സ് ആവൂല. മറ്റേ ഇത് മിക്സ് ചീത്തായി പോലെ. പക്ഷെ അത് കുറച്ചുകൂടെ കുറച്ച ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ ഒഴിച്ചുതരാം. എല്ലാം ഒഴിച്ചോ? കുറച്ച് കുറച്ച് ഒഴിക്കാം. അതും ഒഴിച്ചോ? ദിവസത്ത് ഒഴിക്കാന്നല്ലോ. പാലപ്പൊഴിക്കും. പാല് കുറച്ച് ഒഴിച്ചായിരുന്നു. നമ്മളെ മിക്സ്ചർ മൊത്തം ഒഴിച്ചു. കുറച്ച് ഇളക്കിയിട്ട് വരാം. അവിടെ ഇത് ഇളക്കിക്കാം. പിന്നെ ഇളക്കണ്ടല്ലേ. ഓക്കെ നമ്മളെ ടിപ്പാക്കാൻ പറയട്ടെ. കുറച്ചുകൂടെ പരിപാടികളുണ്ട്. മറ്റേ ചോക്ലേറ്റിന്റെ ഒക്കെ ഉണ്ടാക്കണ്ടേ. വെക്കാം. നല്ലോണം മിക്സ് ആക്കണം. ആയി ഫോൾഡിങ് കാണിച്ചു തരാം. എത്തി നമ്മുടെ അടിയിലെല്ലാം പിടിച്ചിരിക്കണമല്ലോ. ഓക്കെ ആവട്ടെ. നല്ലോണം മിക്സ് ചെയ്യണം. അതെ കണ്ടോ നല്ല കൺസിസ്റ്റൻസി ആണ്. ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ അതെ, ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ല മിൽക്ക് മെയ്ഡ് പോലെ. നമ്മളെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ ഈ ബാറ്ററിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. നമുക്കിതിന്റെ ഹാഫ് വേറെ പാത്രത്തിലോട്ടും അല്ലാത്തത് നമുക്ക് വേറെ പാത്രത്തിലോട്ടും ഉണ്ടാക്കാം. നമ്മൾ വൈറ്റ് വെറും പ്ലെയിൻ കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയേക്കണേ. പ്ലെയിൻ ബട്ടർ കേക്ക്. എന്താ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ആക്കാം. ഞാൻ വെട്ടിൻ്റെ എടുത്തിട്ട് ഞാൻ പാത്രം. ഓക്കെ അപ്പൊ ഗൈസ്, ഏതെങ്കിലും വീട്ടിലുള്ളൊരു പാത്രം എടുത്താൽ ഞാൻ ഇതാണ് എടുക്കുന്നത്. ഓക്കെ അത് ഞാൻ കാലാകാലങ്ങൾ ഇതിനു മുമ്പ് വേറൊരു പാത്രമായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പം എവിടെയോ പോയി. അത് കാരണം അതിന് പകരം ഇതാക്കി. ഓക്കെ ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഓക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഏത് പാത്രം?
ഗോയവേ. ഓക്കെ, അപ്പൊ നമ്മുടെ പാത്രം ശരിയാണ്. നമുക്ക് ഇതെടുത്ത് ഇതിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് കുറച്ച് ഭാഗം ഇതിലോട്ടും അവിടെ ബാക്കി തന്നെ അവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ചോക്ലേറ്റ് കേക്കിനായിട്ട് എടുക്കാം. ബൗളിന് ഭയങ്കര വെയിറ്റ് ആണ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വൈറ്റ് കേക്കിനുള്ളത് ചെറുതായിട്ടൊന്ന് ടാപ്പൊക്കെ ചെയ്യാം. അപ്പം എയർ ബബിൾസ് ഒക്കെ നമുക്ക് ചാടി പോകും. അപ്പൊ ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബ്ലാക്ക് കേക്കിനുള്ള ബാറ്ററാണ് ഇരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് കേക്കിന് കുറച്ച് കൂടുതലുണ്ടോ? ഇല്ല, സാധാരണ തന്നെയാണ്. നമുക്കിനി സിമ്പിൾ ആയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പഞ്ചസാര ഇടാം. ഓക്കെ, കാരണം കൊക്കോ പൗഡറിന് കയ്പുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ഇതിലോട്ട് ഷുഗർ ഇടാം. വളരെയധികം കുറച്ച്. അമ്മേ. ഓക്കെ, കുറച്ച് കൂടിപ്പോയി. നമുക്കപ്പോ ഈ സ്പൂൺ മാറ്റി വെക്കാം. അമ്മ, പഞ്ചസാര കുപ്പി ഒന്ന് തുറന്നേ, വേഗം വാ, കുപ്പി തുറക്ക്, വേഗം തുറക്ക്. ആ അതെ. നമുക്ക് ഈ സ്പൂൺ വേറൊരു ബോട്ടിലോട്ട് തട്ടിയപ്പോ മൊത്തം വീണേ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര വീണു, അത് മതി നമുക്ക്. ഇത് ബാക്കി നമുക്ക് കൊക്കോ പൗഡർ വെക്കാം. കൊക്കോ പൗഡർ ഏത് വച്ചോളൂ. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ബാക്കി കുറച്ച് നമുക്ക് ചോക്ലേറ്റും കൂടെ ചേർക്കാം. എടുത്തിട്ട് വരാം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഡാർക്കാണ്, അതുകൊണ്ട് നമുക്കിത് ഒടിച്ചൊടിച്ചിടാം. സത്യം പറഞ്ഞാൽ ഉരുക്കിയൊക്കെ ഒഴിക്കണം. ബോയിലൊക്കെ ചെയ്ത് ഒഴിക്കാനുള്ളൊരു സമയം സന്ദർഭമൊന്നുമില്ല. ബാറ്റർ കൂടി പോവോ? എടാ നോക്കത്ത്, ഇത്രയല്ലേ ഉള്ളൂ. ഇല്ല, കറക്റ്റ് തന്നെ. വേണ്ട, ഇല്ല. അയ്യോ, ചെറിയൊരു കുറച്ച് പൈസ ആയി. കുറച്ച് ഇട്ടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കൂടി ഇടാം. ഓക്കെ, ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര കയ്പാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പാലൊഴിച്ച് അരച്ചെടുക്കാം. ഓക്കെ, ബോയിലൊക്കെ ചെയ്യണം ചോക്ലേറ്റ്. മടിയാണല്ലോ, മടി. ഇച്ചിരി കൂടെ നേരത്തെ. ഇപ്പം സമയം 11:37 രാത്രിയായി ഗൈസ്. ഓക്കെ, നമുക്ക് പാല് മതി. അത് കൊണ്ടുവന്ന് അരച്ചെടുക്കാം. ഓക്കെ, ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ കുറച്ച് കോഫി പൊടി ഇടാം. ഓക്കെ, കോഫി പൊടികൾ ഒരു ഓക്കെ, നമുക്ക് ഇച്ചിരി കോഫി പൊടി ഇടാം. വെക്കണമ്പോ നമ്മൾ കുറച്ച് കോഫി പൊടി ഇട്ടു. ഇതും കൂടെ കൊണ്ടുവന്ന് അടിച്ചിട്ട് വരാം. ഗൈസ്, ഇതും മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ചോപ്പാടി. അപ്പൊ നമുക്കിതിന് ഇതിലോട്ട് ഒഴിക്കണോ ഏതിലോട്ട് ഒഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓക്കെ, ഇത് ഇതിലോട്ടൊന്നും ഒഴിക്കല്ലേ. ഏതിലോട്ട് ഒഴിക്കണം? ഇതിലോട്ടൊന്നും ഒഴിക്കണം. നല്ല തിക്ക് ചോക്ലേറ്റി ആയി. കാണിച്ചു തരാം. ഓക്കെ, കണ്ട ഇതിലോട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി കുഞ്ഞി നോക്കാം. Wow, chocolatey. Wow. ഇതിനകത്ത് കുറച്ചധികം ചോക്ലേറ്റ് ഉണ്ട്.
മണ്ടത്തരമാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് മാവ് ഇതിനകത്തോട്ട് കോരി ഒഴിച്ചിറക്കാം. ഇതാകുമ്പം ഇത്രയും കട്ട് ചോക്ലേറ്റ് ആണ് വെച്ചിങ്ങനെ അങ്ങനെ വെറുതെ കളയാനുള്ള മനസ്സില്ല. ഓക്കെ, കുറച്ച് ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വീട്ടിൽ ചേർത്തൊന്നും കണ്ട 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 നല്ല അടിപൊളി കളറായി. കളർ മാത്രമല്ല കുറെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ടത്, പിന്നെ പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇതും ഫോൾഡിങ് ഒക്കെ ഉണ്ട് എന്നാ നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിന്. നമ്മുടെ ബാറ്റർ ഒക്കെ റെഡിയായി. നമുക്ക് തട്ടാം. തട്ടി അതെല്ലാം സെറ്റായി നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. 1:30 മണിയായി. കേക്ക് ബേക്ക് ചെയ്ത് ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇത് ചോക്ലേറ്റ് കേക്ക് കണ്ടോ ഗൈസ്? 1:45. ഇനി ഞാൻ പോയി കിടന്നിട്ടെ. ഓക്കെ, ബൈ ബൈ. സീ യു. വെള്ളം ഒരു കറുപ്പ് വെച്ചടിക്കും, അപ്പോൾ എടുക്കാൻ എളുപ്പം കിട്ടും. ഗൈസ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി. നല്ല ടേസ്റ്റ്, നല്ല മോശം.